ഈ രാവിൽ ഞാൻ നഖങ്ങളെക്കുറിച്ച് ഓർത്തുപോകുന്നു. ലോകത്തിൽ മരിക്കുന്നതിന് മുൻപ് മിക്ക മനുഷ്യർക്കും ഒരു തവണയെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് പരോണിയ. നഖച്ചുറ്റ്, നഖച്ചുഴി എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് പരോണിയ. നഖക്ഷതങ്ങളും വല്ലാതെ മുറിവേൽപ്പിക്കും, അത് വിഷലിപ്തമാവുകയും ചെയ്യും. എന്നാൽ ചില നഖക്ഷതങ്ങൾ, ചില നഖസ്പർശങ്ങൾ സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഊർജത്തിൻ്റെ ലഹരി നമ്മിൽ നിറയും. അത്തരം ഒന്നാണ് അറിവിൻ്റെ നഖസ്പർശം. സ്വാഗതം, സുഖദം ഈ നഖസ്പർശം. ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പവർ. ഈ ദിവസത്തെ വിജ്ഞാന നഖക്ഷതം ഏൽക്കുന്നത് എനിക്കോ മത്സരാർത്ഥി. സ്വാഗതം ചെയ്യാം കൊല്ലം ജില്ലയിൽ നിന്നെത്തിയ ശ്രീ എം രാജനെ. പഴയ അശ്വമേധം കൈരളി ടി വിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. അന്നെൻ്റെ ഒരാഗ്രഹം ഈ അശ്വമേധം പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ചിരകാലാഭിലാഷം സഫലമായിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒരു തുക കിട്ടുകയാണെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിനും എൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും വിനിയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മത്സരത്തിൻ്റെ ഫലം എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ഞാൻ ആത്മവിശ്വാസത്തോടെ മത്സരത്തിന് പുറപ്പെടുകയാണ്. ശ്രീരാജൻ, പ്ലീസ് വാക്ക് ഇൻ. നമസ്കാരം ശ്രീ എം. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ട്രാൻസ്പോർട്ടിൽ ജീവനക്കാരനായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു 2007. നമ്മൾ തമ്മിൽ കാണുന്നത് കൊല്ലം ജില്ലയിൽ വെച്ച്. അതെ, കൊല്ലം ജില്ലയിൽ 2014 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഉച്ച കഴിഞ്ഞ നേരത്ത് ഓഡിഷൻ കേന്ദ്രത്തിൽ കടപ്പാക്കട സ്പോർട്സ് ക്ലബിന്റെ ഹാളിന്റെ മുകളിലത്തെ നിലയിൽ വെച്ച് നമ്മൾ കണ്ടു. ഞാൻ താങ്കളോടൊന്ന് എന്താ ചോദിച്ചത്? ഓഡിയൻസിനോട് 3 ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല, താങ്കൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കാം. താങ്കൾ എന്തൊക്കെയാ ചോദിച്ചത്? വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട കോങ്കോ പ്രസിഡന്റ് ആരായിരുന്നു? ആരായിരുന്നു? പാട്രീസ് ലുമുമ്പ. പിന്നെ എന്ത് ചോദിച്ചു? രണ്ടാമത് ചോദിച്ചത് അഴിമതി ആരോപണത്തിൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ധനകാര്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിനാരോ കൃഷ്ണമാചാരി എന്ന് ആരും പറഞ്ഞില്ല. ശ്രീരാജൻ, ആശംസകൾ, അഭിവാദ്യങ്ങൾ. താങ്കൾക്ക് പ്രവേശിക്കാം ഈ യാഗഭൂമി. ശ്രീ എം രാജനിൽ ആരംഭിക്കുന്ന ഈ രാത്രിയിലെ വിജ്ഞാന യാത്രയ്ക്ക് സാക്ഷി, കാവലാൾ, വഴികാട്ടി, നമ്മുടെ നോബൽ ഗൈഡ് ശ്രീ VK ശ്രീരാമൻ. നമസ്കാരം സർ. റൈറ്റ് ഗൈഡ്, ഗുഡ് ഈവനിങ്. കൊല്ലം എന്ന വാക്ക് ഇംഗ്ലീഷിൽ എഴുതി വായിക്കുമ്പോൾ കൊല്ലം എന്ന് മാത്രമല്ല, കൊള്ളാം എന്നും വായിക്കാം. യാഗം. താങ്കൾക്ക് യാഗത്തിലെ ആദ്യ വിജ്ഞാന ഗോളത്തിൽ നിന്ന് ഒരു വിഷയം എടുക്കാം. എന്താണ് സാർ താങ്കൾക്ക് ലഭിച്ച വിഷയം? വിപ്ലവം. ശരി. നാടകം എന്ന കലയിലൂടെ സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു വിപ്ലവകാരിയാണ് സഫ്ദർ ഹഷ്മി. ശരിയോ തെറ്റോ? ശരി. എന്താണ് സാർ ഉത്തരം? ശരിയാണ് സാർ. ശരിയാണ്. അതിൽ ആലോചിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സ്വന്തം. നാടകം എന്ന കലയിലൂടെ സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ഹല്ലേ ബോൾ എന്ന മുദ്രാവാക്യവും മന്ത്രവും ഉയർത്തി അതിന്റെ പ്രകീർത്തനങ്ങളുമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സഫ്ദർ ഹഷ്മിയുടെ വിലപിക്കുന്ന ആത്മാവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിൽ അതിർത്തികളുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നു. ഉത്തരം കാലം കണ്ടുപിടിക്കട്ടെ. നമുക്ക് രണ്ടാം വിജ്ഞാനഗോളത്തിലേക്ക് യാത്ര. എന്താണ്? ജീവജാലം. ഈ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവി എന്താണ്? 2 ഉത്തരങ്ങൾ. 1 നീലത്തിമിംഗലം, 2 സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പ് വേം എന്ന നാടവിര.
ടേപ്പ് വേമാണ്. ടേപ്പ് വേം. അത് സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പ് വേമാണ് എന്ന താങ്കളുടെ ഉത്തരം ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ താങ്കൾക്ക് സ്വന്തം. സ്കോട്ട്ലൻഡിലെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത അസുഖമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഈ നാടവരെ ഉണ്ടാക്കുന്നത്. ഇതിനെ സ്കോട്ടിഷ് ബൂട്ട്ലെസ് ടേപ്പ് വേം എന്നാണ് വിളിക്കുക. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇതിന്റെ ചിത്രവും കാണാം. ഈ ടേപ്പ് വേം നിവർന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ നീളമുള്ള ഒരു ജീവിയാണ്. ശരി സർ, കൺഗ്രാറ്റുലേഷൻസ്. 3ാം വിജ്ഞാനഗോളത്തിലേക്ക്. എന്താണ് 3ാം റൗണ്ടിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന വിഷയം? അപരനാമങ്ങൾ. അപരനാമങ്ങൾ. പുതിയ പുതിയ വിഷയങ്ങൾ, പുതിയ പുതിയ ചിന്തകൾ, അങ്ങനെയല്ലേ ശ്രീ വി കെ ശ്രീരാമൻ? ശ്രീ അയ്യപ്പൻ മരിച്ചുപോയി. അദ്ദേഹം അയ്യപ്പൻ ഏത് അപരനാമത്തിൽ അറിയപ്പെട്ടു എന്നാണ് എൻ്റെ ചോദ്യം. കവി അയ്യപ്പനല്ല, കഥാകാരനായ അയ്യപ്പൻ അറിയപ്പെട്ടത് ഏത് അപരനാമത്തിൽ? ചോയ്സ് 1 അയ്യനേത്ത്, ചോയ്സ് 2 നന്ദനാർ, ചോയ്സ് 3 കോവിലൻ. കോവിലൻ. നന്ദനാർ ഗോപാലനാണ്, അയ്യനേത്ത് പത്രോസ്, അയ്യപ്പൻ കോവിലനാണ്. താങ്കളുടെ ഉത്തരം 100% ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് താങ്കൾക്ക് സ്വന്തം. ഇനി അവസാന കടമ്പ, അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് യജ്ഞത്തിലേർപ്പെടാം, ഹോട്ട് സീറ്റിലിരിക്കാം. റെഡി? റെഡി. ആ കടമ്പയിലേക്ക്, കാഴ്ച കടമ്പയിലേക്ക്. ഇതെന്താ ഇത് സർ? എന്താണിത്? എന്താ പ്രദീപ, എന്തെങ്കിലും ഒരു മരക്കമ്പ് വളച്ചു വെച്ച് കാണിച്ചിട്ട് ഇത് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്നല്ലേ സാറിന്റെ മനസ്സിൽ ഇപ്പൊ തോന്നിയത് അല്ലേ? എന്നാൽ ഞാൻ അങ്ങനെ വെറുതെ ചോദിച്ചല്ല സർ. ഇത് ഒരു ആയുധമാണ്. ഒരു വെറും ആയുധവുമല്ല, വളരെയധികം പ്രശസ്തമായ ഒരു ആയുധമാണ്. എന്താണ് ഈ ആയുധം? ബൂമറാങ്. എന്താണ് ബൂമറാങ്? ബൂമറാങ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇവരെ ഉപയോഗിച്ചവരിൽ തന്നെ തിരിച്ചു ചെല്ലുന്ന ആയുധം. എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരികെ എറിഞ്ഞിടത്തേക്ക് തിരിച്ചെത്തും. ബൂമറാങ് എന്നുള്ള ആയുധമാണിതെന്ന് ഉള്ള താങ്കളുടെ ഉത്തരം ശരി തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. മെർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ താങ്കൾക്ക് സ്വന്തം. ശ്രീ വി കെ ശ്രീരാമൻ, ഈ ടോപ്പോണിംസ് ഉണ്ട്, സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ. ജീൻസ് എന്ന വാക്ക് ഉണ്ടായത് ജനോവ എന്ന സ്ഥലത്ത് നിന്നാണ്. നോക്കിയ എന്ന വാക്കുണ്ടായത് ഫിൻലാൻഡിലെ നോക്കിയ എന്ന സ്ഥലത്തിൽ നിന്നാണ്. ഫെറാരിയിൽ നിന്ന്. ആയുധത്തിൽ നിന്നാണ് ബൂമറാങ് എന്ന വാക്ക് നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ വളരെ ശക്തമായി ഉളവായത് അല്ലേ? ബൂമറാങ് ഒരു പ്രതീകം കൂടിയാണ്. ഈ ആയുധം മാത്രമല്ല, പലതും എറിഞ്ഞിടത്ത് തിരിച്ചെത്തും അല്ലേ സർ? ശ്രീ രാജൻ 10000 രൂപയുടെ സമ്മാനം നേടിക്കഴിഞ്ഞു. അദ്ദേഹം മത്സരത്തിൽ നിന്ന് 10000 രൂപയുമായി പിന്മാറുകയാണ്, അതോ താൽക്കാലികമായ നേട്ടങ്ങളിൽ മതിമയങ്ങി പിൻവാങ്ങുകയല്ല, ധീരമായ സാഹസിക മുന്നേറ്റം നടത്തുകയാണ് വിജ്ഞാനത്തിന്റെ ദൗത്യം എന്ന് തിരിച്ചറിയുകയാണ്? ആവോ, എനിക്കറിയില്ല. ശ്രീ രാജൻ യാഗം വിജയകരമായി പൂർത്തിയാക്കി. ഇനി യജ്ഞവേദിയിലേക്ക് അദ്ദേഹം കടക്കും. കൗണ്ട് ഡൗൺ. ശ്രീ രാജൻ, പ്ലീസ് വാക്ക് ഇറ്റ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലേക്ക് തിരികെ എത്തുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക വേണ്ട. അനുഭവജ്ഞാനങ്ങളുടെ കരുത്തുമായി ഏത് യാത്രയും മുന്നോട്ട് നയിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവുള്ള ഒരാളാണ് താങ്കൾ അല്ലേ സർ? അതെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അതിൽ നിന്നൊരു വിഷയമെടുക്കാം.
ദുഷ്കരമാകില്ല ആ വിഷയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് താങ്കൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. എൻ്റെ മുന്നിൽ 21 ചോദ്യങ്ങളില്ല, 18 ചോദ്യങ്ങളേ ഉള്ളൂ. താങ്കൾക്കാകട്ടെ 6 തവണ കമ്പ്യൂട്ടറിൻ്റെ സഹായം ഉത്തരം പറയാൻ, yes or no പറയാൻ വേണ്ടി ലഭിക്കുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. ജൂറിയുടെ അരികിൽ കൊല്ലം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ കൊള്ളാം എന്ന് വായിക്കാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറ്റൊന്ന് വായിക്കരുത്, കൊല്ലാം യജ്ഞം. ശ്രീരാജൻ, യജ്ഞത്തിന് തയ്യാർ? തയ്യാർ. ശ്രീ വി കെ ശ്രീരാമൻ, ശ്രീ രാജൻ മനസ്സിലോർമ്മിച്ച വ്യക്തിയുടെ പേര് അംഗീകരിക്കാവുന്ന ഒന്നാണ്? അംഗീകരിക്കാവുന്നതാണ്. നിമി, അദ്ദേഹം വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ എന്ന ഉത്തരം പറയാൻ അദ്ദേഹത്തെ 6 തവണ വരെ സഹായിക്കാൻ കമ്പ്യൂട്ടർ തയ്യാറാണ്? തയ്യാറാണ്. ശ്രീരാജൻ, നൗ യു ക്യാൻ സിറ്റ് ദയർ പ്ലീസ്. ആരംഭിക്കാം ഈ വിപരീത സമസ്യ. എൻ്റെ ആദ്യ ചോദ്യം, താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷനാണോ സർ? അതെ, പുരുഷൻ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ? അല്ല. സ്പോർട്സ്, ശാസ്ത്രം? അതെ. ശാസ്ത്രം? അല്ല. പന്തുപയോഗിച്ചുള്ള ഒരു കളി? അല്ല. സാധാരണഗതിയിലാണ് മരണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ. അത്ലറ്റിക്സ്, ഓട്ടം, ചാട്ടം, ത്രോ ഐറ്റംസ്? അല്ല. വാട്ടർ റിലേറ്റഡ്, ജലവുമായി ബന്ധപ്പെട്ടത്? അതെ. ആണ്. അതെ. അദ്ദേഹത്തിന്റെ കായിക പ്രവർത്തനം പ്രധാനമായും ഒളിമ്പിക്സോ ഏഷ്യാഡോ മുതലായ മേളകളുമായി ബന്ധപ്പെട്ടായിരുന്നോ? ഇല്ല സർ. അദ്ദേഹം ഒരു സാഹസികനായിരുന്നു. അതെ. കടൽപ്പാമ്പുകളോട് മല്ലിട്ടും തളർന്നും മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുണ്ടോ അദ്ദേഹം പാക് കടലിടുക്കിലും ഇംഗ്ലീഷ് ചാനലിലും? ലൈഫ് ഉണ്ട്. അവസാന കാലത്ത് ജീവിതം ഏറെ ദുസ്സഹമാവുകയും ജീവിതത്തിൽ സാമ്പത്തികമായും മറ്റുമുള്ള ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും അനുഭവപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്? ലൈഫ് ലൈൻ ഉണ്ട്. താങ്കൾ വിചാരിച്ചത് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഭാരതീയൻ, സാഹസികമായി കടലിടുക്കുകൾ നീന്തിക്കടക്കാൻ താല്പര്യം കാണിച്ച വ്യക്തി, പാക് സ്ട്രെയിറ്റ്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്ക് നീന്തിക്കടക്കാനുള്ള ശ്രമത്തിനിടയിൽ കടൽപ്പാമ്പുകളോട് യുദ്ധം ചെയ്തതിനെ കുറിച്ച് മിഹിർസൻ തൻ്റെ ആത്മകുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. ഒടുവിൽ ജീവിതം ദുരിതപൂർണമായി. ഇത്രത്തോളം നേട്ടങ്ങൾ കൊയ്ത ആ മനുഷ്യന്റെ ജീവിതം വേദനാജനകമായാണ് ഒടുങ്ങിയത്. മിഹിർസൻ തന്നെയാണോ മനസ്സിൽ? അതെ. മെഹ്സൻ ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഭാരതീയൻ. വെസ്റ്റ് ബംഗാളിലെ പുരുലിയയിൽ ജനിച്ചു. 1958 സെപ്റ്റംബർ 27-നാണ് അദ്ദേഹം ദൗത്യം പൂർത്തിയാക്കിയത്. തിരികെ ഇന്ത്യയിലെത്തിയ അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു പത്മശ്രീ നൽകി ആദരിച്ചു. അശ്വമേധത്തിന്റെ ഈ യാത്രയിൽ താങ്കളുടെ സാന്നിധ്യത്തിന് ഞങ്ങളുടെ സ്നേഹോപഹാരം. മെർ റിയൽട്ടേഴ്സിന്റെ ക്യാഷ് അവാർഡ്, ഒപ്പം ക്ഷണനേരം കൊണ്ട് താങ്കൾക്ക് കടലിടുക്ക് നീന്തിക്കടന്നു മിഹിർസൻ, പ്രദീപിനിൽ തട്ടി വീണു രാജൻ. വിജയാശംസകൾ നേർന്നുകൊണ്ട്
താങ്കളുടെ ഒരു കാരിക്കേച്ചർ വരച്ചു നിമിഷനേരം കൊണ്ട് ശ്രീ VK ശ്രീരാം. ഇത് താങ്കൾക്ക് സൂക്ഷിച്ചു വയ്ക്കാം, അദ്ദേഹത്തിന്റെ സ്നേഹ സമ്മാനം. മിഹിർസൻ നീന്തിക്കടന്നു കടലിടുക്കുകൾ എന്ന ശ്രീ VK ശ്രീരാമന്റെ പ്രയോഗം ശരിയാണ്. പ്രദീപിൽ തട്ടി വീണു ശ്രീരാജൻ എന്ന പ്രയോഗം ശരിയല്ല. പകരം ശ്രീ രാജനെ ആലിംഗനം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ ഇഷ്ടം ഇതാ. ഈ വേദിയിൽ ഇനി മത്സരിക്കാൻ എത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നെത്തുന്ന ഷാനിദയാണ്. എൻ്റെ പേര് ഷാനിദ. ഞാനിവിടെ തിരുവനന്തപുരത്ത് തന്നെ പറഞ്ഞത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാനും എൻ്റെ 2 കുട്ടികളും ഭർത്താവുമാണ്. ഒരു സർക്കാർ ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള മത്സര പരീക്ഷകളും മറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രി ചെയ്യുന്നുണ്ട്. എൻ്റെ വലിയ ആഗ്രഹമാണ് സിവിൽ സർവീസ് എക്സാം എഴുതണമെന്നും അത് നേടിയെടുക്കണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ഈ മത്സരത്തിലൊരു ജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും ഞാനത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. കാരണം ഇങ്ങനൊരു വേദിയിൽ മത്സരിക്കാൻ കിട്ടുന്ന അവസരം വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷാനിദ, കടന്നു വരാം അശ്വമേധത്തിലേക്ക്. ഷാനിദ, സുഖം? ഈ കസേരയിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ട്? ഉണ്ട്. ഷാനിദ എന്ത് ചെയ്യുന്നു? ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ പോളിടെക്നിക്കിലായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പഠിത്തം ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് നാളൊന്നും ചെയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ ഒരു വർഷമായിട്ട് PSC ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് PSC കോച്ചിങ് പഠിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വിദൂര വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്യുന്നുണ്ട്. ഏതാ ഡിഗ്രി? വിദൂര വിദ്യാഭ്യാസത്തിൽ ഇപ്പം കൊടുത്തിട്ടേ ഉള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് കൊടുത്തിരിക്കുന്നു. പാട്ട് പാടുമല്ലേ? ഇല്ല. കള്ളം പറയരുത്. 2 വരി ഒരു മാപ്പിളപ്പാട്ട്. ഇല്ല, പാട്ട് പാടത്തില്ല. പാട്ട് പാടില്ല. ശരി. പിന്നെ അശ്വമേധം കാണാറുണ്ടായിരുന്നു പണ്ട്? ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു. ഇപ്പോ വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു ഈ വൈജ്ഞാനിക യാത്ര. ഈ കസേരയിൽ ഇരിക്കാനും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് ഷാനിദ ഈ കസേരയിൽ ഇരിക്കാൻ. പക്ഷെ അതിനു മുൻപ് ഒരു കടമ്പ പൂർത്തിയാക്കിയല്ലേ പറ്റൂ, അല്ലേ? യാഗഭൂമിയിലേക്ക് ഷാനിദയ്ക്ക് സ്വാഗതം. ഓർമ്മകളുടെ തിരിച്ചുവരവിൽ ഇനി യാഗം. ഷാനിദ, യാഗം ആദ്യ റൗണ്ട്, ആദ്യത്തെ വിജ്ഞാന ഗോളം. എന്താണ്? കായിക രംഗം. ഷാനിദ, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം ഷാനിദ പറഞ്ഞു. ഒരുപക്ഷെ ഒരു ഭാരതീയനായ അല്ലെങ്കിൽ ഭാരതീയയായ മത്സരാർത്ഥിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ വാചകം. ഭാരതം ആദ്യമായി ക്രിക്കറ്റിൽ ലോകകപ്പ് നേടുന്നത് 1983-ലാണ്. ഞാൻ പറഞ്ഞ വാചകം ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ് എന്ന ഷാനിദയുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ ക്യാഷ് അവാർഡ് ഷാനിദയ്ക്ക് 2ാം വിജ്ഞാന ഗോൾ. കവിത. എവിടെയും ഒരു വിതയുണ്ടാകും, വിത്തും ഉണ്ടാകും. ഷാനിദയോട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം ഷാനിദ കണ്ടെത്തുക. കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും ഒക്കെ എഴുതിയ മലയാളത്തിന്റെ കാച്ചിക്കുറുക്കിയ കവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 2 ഉത്തരങ്ങൾ, അതിൽ ശരി ഉത്തരം കണ്ടെത്തുക. 1 G ശങ്കരക്കുറുപ്പ്, 2 വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കേട്ടില്ല? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഉറപ്പാണ്? അതിൽ ടെൻഷനൊന്നുമില്ല. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ശരിയായ ഉത്തരം. You have won ₹2,500 from Mir Realtors. ഇനി 3ാം സ്ഫടിക ഗോളം. റഷ്യ. അതൊരു പുതിയ വിഷയമാണ്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ആ പേര് കിട്ടാൻ കാരണം എന്താണ്? 1ാമത്തെ ചോയ്സ് മസ്കോവിയ നദി, 2 മോസ്കോ എന്ന പേരുള്ള പർവ്വതം, 3 മോസ്കോ
എന്ന ദേവാലയം? മൊസ്കോവി എന്ന നദി. മൊസ്കോവിയ എന്ന നദി എന്നാണ് ഉത്തരം. ഷാനിദ പറഞ്ഞ ഉത്തരം തെറ്റല്ല. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് won ₹5,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഇനി ഒരൊറ്റ കടമ്പ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കാം, അശ്വമേധം കളിക്കാം. അതിന് ഒരു കാഴ്ച കടമ്പ താണ്ടേണ്ടിയിരിക്കും. ലെറ്റ്സ് ഹാവ് എ വിഷ്വൽ. ഷാനിദ, 4 പേരുടെ ചിത്രങ്ങൾ. ബ്രയൻ ലാറ എന്ന ബാറ്റ്സ്മാൻ ആണ്, എന്ന കളിക്കാരൻ, ലോകപ്രശസ്ത കളിക്കാരന്റെ ചിത്രമാണ് ഏറ്റവും മുകളിൽ കാണുന്നത്, ഇടതുവശം. തൊട്ട് വലതുവശത്ത് നിൽക്കുന്നത് ആരാണെന്നറിയാലോ? ക്യാൻസറിനെ പോലും തോൽപ്പിച്ച ഉറക്കെ യുവരാജ് സിംഗ്. അതിന് താഴെയുള്ളത് ആരാണ്? സൗരവ് ഗാംഗുലി. അതൊക്കെ അറിയാം. ഇടതുവശത്തുള്ളത് ഏറ്റവും താഴെ നിൽക്കുന്ന ആരാണ്? കരടി, ധ്രുവക്കരടി, പോളാർ ബെയർ. കരടിയാണ്, വെളുത്ത കരടിയല്ലേ, ധ്രുവക്കരടി. ബ്രയൻ ലാറ, യുവരാജ് സിംഗ്, സൗരവ് ഗാംഗുലി, ധ്രുവക്കരടി. എന്താ 4 പേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൊതുവായ കാര്യം? വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ ബ്രയൻ ലാറ, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ് ആൻഡ് പോളാർ ബെയർ? ചിത്രം കണ്ടു കഴിഞ്ഞല്ലോ. ഈ 4 പേർക്കും തമ്മിലുള്ള, ബ്രയൻ ലാറയ്ക്കും യുവരാജ് സിംഗിനും സൗരവ് ഗാംഗുലിക്കും പോളാർ ബെയറിനും തമ്മിൽ എന്താണ് പൊതുവായുള്ളത്? വാട്ട് മേക്സ് ദം കോമൺ? വാട്ട് ഈസ് ദ കോമൺ ഫാക്ടർ ബിറ്റ്വീൻ ദം? സോറി സാർ, എനിക്കറിയില്ല. അറിയില്ല. സൂചന വേണം. അതൊന്നും അവരുടെ തലയുമായോ കാലുമായോ ബന്ധപ്പെട്ടല്ല. ഷാനിദയുടെ സമയം അവസാനിക്കുകയാണ്. അറിയില്ല. ദൗർഭാഗ്യകരമായി ഈ മത്സരത്തിൽ നിന്നും ഷാനിദ പുറത്താകും. ബാഡ് ലക്ക്. പുറത്താകുന്നതിലൊന്നും വിഷയമൊന്നുമില്ല. വരൂ ഷാനിദ. ഒരു പുതിയ അറിവ് നേടിക്കൊണ്ടല്ലേ മത്സരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്, അല്ലേ? ഷാനിദ, സൗരവ് ഗാംഗുലി ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ്. അങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ബാറ്റ് ചെയ്യാൻ. ബ്രയൻ ലാറയ്ക്കും ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെയേ. യുവരാജ് സിംഗിനും അതെ. ഷാനിദയും ഒരു പോളാർ ബെയറും മുഖാമുഖം നിന്നാൽ ഷാനിദയുടെ ഈ കവിളിലെ ആ പോളാർ ബെയറിന് തല്ലാനോ തലോടാനോ കഴിയും. കാരണം സൗരവ് ഗാംഗുലിയെ പോലെ, ബ്രയൻ ലാറയെ പോലെ, യുവരാജ് സിംഗിനെ പോലെ ലോകത്തിലെ എല്ലാ ധ്രുവക്കരടികളും ഇടംകയ്യന്മാരാണ്. The commonness between Brian Lara, Saurav Ganguly, Yuvraj Singh and all the polar bears in the world. എല്ലാ ധ്രുവക്കരടികളും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. ഇടം കയ്യന്മാരാണ് എല്ലാ ധ്രുവക്കരടികളും ഇവരെ പോലെ. വരൂ നിമി. ഷാനിദ, ഇത് ഷാനിദയ്ക്ക് ഞങ്ങളുടെ സ്നേഹോപഹാരം. ഇത് വഴിയിൽ കാലിടറി വീണെങ്കിലും ഷാനിദയ്ക്ക് ഒരു സാന്ത്വന സമ്മാനം മിർ റിയൽറ്റേഴ്സിന്റെ ക്യാഷുമാണ്. ലോകത്തിലെ എല്ലാ ധ്രുവക്കരടികളും ഇടം കയ്യന്മാരാണ്. അതാണ് ആ കോമൺനെസ്. ചിലർക്കെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിക്കോട്ടെ. ഈ വേദിയിലേക്ക് ഇനി എത്തുന്നത് കൊല്ലം ജില്ലയിൽ നിന്നും ഷിജു SP ആണ്. ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് മഹാനായ കവി അയ്യപ്പ പണിക്കർ പറഞ്ഞതുപോലെ, ഇനിയുള്ള കാലങ്ങൾ ഇതിലേക്കടക്കുമ്പോൾ ഞാൻ ഇതുകൂടിയൊന്നോർത്തു പോകും. വിരിയാത്ത സൂര്യനും വീയാത്ത ചന്ദ്രനും വിരിയാത്ത താരകം വന്നാൽ ഒരു താരം ആകുവാൻ വേണ്ടി അല്ല, മറിച്ച് അറിവിൻ്റെ വിസ്മയത്തിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞു താരമാകുവാനുള്ള എൻ്റെ തയ്യാറെടുപ്പുമായി ഞാൻ മത്സരവേദിയിലേക്ക് കടന്നുപോകും. ഷിജു വാക്കിൻ.
ഷിജു എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ്. എന്തിൻ്റെ? ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നുണ്ട്. അതിൻ്റെയാണ്. പിന്നെ കൊല്ലത്താണ് ഓഡിഷന് വന്നത്? അതെ, കൊല്ലത്താണ്. അന്ന് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ പറയുകയായിരുന്നോ? ഉത്തരം പറയുകയായിരുന്നു. എൻ്റെ ഒരിക്കൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഒരു സബ്ജക്റ്റ് തന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാൻ എന്താ അന്ന് പെട്ടെന്ന് വിഷയം തന്നു? തൊട്ടാവാടിയെ കുറിച്ച് പ്രസംഗിക്കാൻ അന്ന് പ്രസംഗിച്ചോ? പ്രസംഗിച്ചായിരുന്നു. ഇന്നൊരു വിഷയം തരട്ടെ, പെട്ടെന്നൊന്ന് പ്രസംഗിച്ചിട്ട് പോകുന്നു യാഗത്തിലേക്ക്. വളരെ ഗൗരവമായ, ഈ ലോകം മുഴുവൻ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്തർദേശീയ സാമൂഹ്യ ധാരകളെ ഉൾക്കൊള്ളുന്ന, ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയിലെയും പട്ടിണിപ്പാവങ്ങളുടെ വേദന തിരിച്ചറിയുന്ന ഒരു ഭീകരമായ ഒരു വിഷയമാണ്. റെഡി? പപ്പടം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതം ചിലപ്പോൾ പൊള്ളിച്ച പപ്പടം പോലെയാണ്. അത് മനോഹരമായി വെച്ചിരുന്നു കഴിഞ്ഞാൽ, ചൂടോടിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കും. ചിലരുടെ സ്വഭാവവും അങ്ങനെയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പപ്പടം നമ്മൾ നല്ലൊരു സദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനോഹരമായി കഴിക്കുവാൻ പറ്റിയ ഒരു വസ്തു കൂടിയാണ് പപ്പടം. അപ്പൻ, അപ്പാപ്പൻ, അമ്പാറ, ചിറ്റപ്പൻ, പപ്പടവും ഉപ്പുമായി ഇപ്പം വരും. ഓൾ ദി ബെസ്റ്റ് ഷിജു. യാഗഭൂമിയിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ പപ്പടമില്ല, അറിവിൽ ചാലിച്ച ഒരൽപ്പം അച്ചാർ മാത്രം. യാഗം. ഷിജു, ഓൾ ദി ബെസ്റ്റ്. യാഗം, ആദ്യ വിജ്ഞാനഗോളം, ആദ്യത്തെ അവസരം. കവിതയാണ് കിട്ടിയ വിഷയം അല്ലേ? അതെ. തിരികെ ഇട്ടു. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയും. തീർച്ചയായും. ആനന്ദ് സമരക്കൂർ എന്ന മഹാനായ മനുഷ്യൻ്റെ നിരാഹാരം വഴി ഉപവസിച്ച് ജീവൻ വെടിഞ്ഞ മനുഷ്യൻ്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. ശരിയോ തെറ്റോ? കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട, കൊല്ലത്തുള്ളവരോട് കള്ളവും വേണ്ട എന്നാണ് എന്നെ പണ്ടുള്ളവർ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് നേരോ നുണയോ എന്നാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ആനന്ദ് സമരക്കൂൺ, അദ്ദേഹത്തിന്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ₹1,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. അദ്ദേഹത്തിന്റെ കവിതയാണ് ശ്രീലങ്കയുടെ ദേശീയ ഗാനം. ആ കവിതയിലെ ഒരൊറ്റ വാക്കിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ, ഒരു വാക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് നിരാഹാരം കിടന്ന് ജീവൻ വെടിഞ്ഞ കവി കൂടിയാണ് അദ്ദേഹം. മാതാ ശ്രീലങ്ക എന്ന സോമസുന്ദര ബാണവദന ലങ്ക എന്ന ശ്രീലങ്കൻ ദേശീയ ഗാനത്തിലെ ഒരു വാക്ക് തന്റെ അനുവാദമില്ലാതെ തന്റെ കവിതയിലെ വാക്ക് മാറ്റി പരിഷ്കരിച്ചത് കൊണ്ട് പ്രതിഷേധിച്ച് ഉപവസിച്ച് ജീവൻ വെടിഞ്ഞ കവിയാണ് ആനന്ദ് സമരക്കൂർ. കൺഗ്രാറ്റുലേഷൻസ്, സെക്കൻഡ് ബൗൾ. സോ ഷിജു, രണ്ടാമത്തെ വിജ്ഞാന ഗോൾ. ചക്രവർത്തിമാർ. നല്ല വിഷയം. തിരികെ നിശ്ചയം. 2 ഉത്തരങ്ങൾ, 1 ചോദ്യം. ആരാണ് അഫ്ഗാൻ വംശജനായ ആദ്യത്തെ ഇന്ത്യൻ ചക്രവർത്തി? ചോയ്സ് 1 കുത്തബുദ്ദീൻ ഐബക്ക്, ചോയ്സ് 2 ബഹലൂൽ ലോധി. ചോയ്സ് നമ്പർ ഫസ്റ്റ്, കുത്തബുദ്ദീൻ ഐബക്ക്. ഉറപ്പിക്കാം? 100%. ഷുവർ? തീർച്ചയാണോ? അത് തീർച്ചയാണ്. മാറ്റമില്ല. മാറ്റാൻ ഞാൻ പറഞ്ഞാലും മാറ്റില്ല ഇനി, അല്ലേ? ഷിജു, ദൗർഭാഗ്യകരമായി താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ബാഡ്.
കുത്തബുദ്ദീൻ ഐബക്ക് അടിമവംശ സ്ഥാപകനാണ്. സ്ലേവ് ഡിനാസ്റ്റി തുടങ്ങി. കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ വംശത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഇൽത്തമിഷിന് ശേഷം മകൾ റസിയ, പിന്നെ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന മന്ത്രി. ഖിൽജി വംശം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജലാലുദ്ദീൻ ഖിൽജിയാൽ സ്ഥാപിതമായ അലാവുദ്ദീൻ ഖിൽജിയിലൂടെ പടർന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം തുഗ്ലക് വംശം ഉണ്ടായിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്കുമെല്ലാം. അതിനുശേഷമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ വംശം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ രാജവംശം ലോധി വംശമാണ്. അതിന്റെ സ്ഥാപകനായ ബഹ്ലൂൽ ലോധിയാണ് the first Pathan, the first Afghan to be an emperor in India. Bad luck, please. യാഗം എന്ന റൗണ്ടിൽ മത്സരാർത്ഥികൾ വിജയ വഴികൾ താണ്ടാൻ ഒരു വ്യക്തി എന്ന രീതിയിലും അവതാരകൻ എന്ന രീതിയിലും എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഞാൻ മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ട്. രണ്ടും കിട്ടിയത് തെറ്റുത്തരം പറയുമ്പോഴെല്ലാം ഞാൻ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്, ഒന്ന് മാറ്റി നോക്കുന്നു എന്ന്. പക്ഷെ ഷിജു വളരെ അഡമന്റ് ആയിരുന്നു ആ റോങ് ഡിസിഷൻ. പക്ഷേ ആ രണ്ട് സബ്ജക്റ്റും ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ടായിരുന്നോ ചക്രവർത്തിമാരൊക്കെ? പ്രദീപ് പറഞ്ഞു കൊല്ലത്തുള്ളവരോട് കള്ളം പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ ഉത്തരം ശരിയാണ് എന്ന ധ്വനി അതിനകത്തുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമായിരുന്നു. അപ്പൊ അത് ശ്രദ്ധ ഇല്ലാതെ പോയി. അതിനകത്ത് കള്ളം എന്ന് വന്നത് കൊണ്ടാണ് നോ എന്ന ഡിസിഷൻ. വളരെ വ്യക്തമായിട്ട് 2 പ്രാവശ്യം പറഞ്ഞു കൊല്ലത്തുള്ളവരോട് കള്ളം പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്നുള്ളതാണ് അതിന്റെ സാധാരണ മലയാളത്തിലെ അർത്ഥം. അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിട്ടുപോയി. അതാണ്. രണ്ടാമത്തേതും വളരെ ചക്രവർത്തിമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിവല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ അഫ്ഗാൻ വംശജനായ ചക്രവർത്തി ബഹ്ലൂൽ ലോധിയാണ്. എന്താണ് ഷിജുവിന് ശ്രീ വി കെ ശ്രീരാമന് നൽകാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം? ഒരു ഏത് തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വന്നാലും നമ്മളെ മനസ്സ് ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവുക. അപ്പോൾ നമസ്കാരം മുതലായിട്ടുള്ള സംഗതികൾ അതിന് സഹായിക്കുന്നതാണ്. ഞാൻ പല ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ല, കോൺസെൻട്രേഷൻ അത് കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈശ്വരനിലായാലും മറ്റേതെങ്കിലും യോഗ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളിൽ മൈൻഡ് കോൺസെൻട്രേഷൻ. അശ്വമേധത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ താങ്കളുടെ ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ ഈ ഉപദേശം, ഈ നിർദ്ദേശം വളരെ വിലപിടിച്ചതായി മാറി. നിമ്മി പ്ലീസ്. ദൗർഭാഗ്യകരമാണ് ഷിജുവിന്റെ പുറത്താകൽ. ഇത് മിറർ റിയൽറ്റേഴ്സിന്റെ സാന്ത്വന സമ്മാനം. ഞാൻ ആനന്ദ് സമരകൂണിനെ കുറിച്ചാണ് ഷിജുവുമായി ആദ്യം സംസാരിച്ചത്. ആനന്ദ സമരകൂൺ അദ്ദേഹത്തിന്റെ കവിതയിലെ ഒരു വാക്ക് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതിന്റെ വേദനയിൽ ഉപവസിച്ച് ആത്മാഹുതി ചെയ്ത ആളാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിന്റെ അതിർവരമ്പുകളെല്ലാം വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രീ വി കെ ശ്രീരാമൻ, താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ്? കവിതയുടെ കാര്യം ആണെങ്കിൽ പോലും ഇപ്പോൾ കവിതയിൽ അങ്ങനെയുള്ള ഒരു കൺവിക്ഷൻ സ്വയമായിട്ടുള്ള കവികൾ കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ റഫീഖ് അഹമ്മദിനെ പോലെയൊക്കെയുള്ള കവി എന്നുള്ള നിലയ്ക്ക് തന്നെ വളരെ അംഗീകാരം നേടിയിട്ടുള്ള ആൾക്കാർ വാക്കുകൾ കുലുക്കിയെറിയുന്ന ചലച്ചിത്രഗാന രംഗത്തേക്ക് പോകുന്നു. അപ്പോൾ വാക്കുകൾ ഈ വെറും ഇതിൽ സംഗീതത്തിൽ നിറയ്ക്കുന്ന കുറേ വസ്തുക്കൾ മാത്രമായിട്ട് തീരുന്ന ഒരു വാഗർത്ഥങ്ങൾ നശിച്ച ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇത് വല്ലാത്ത ഒരു ജിജ്ഞാസ, ഭാഷയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാലത്താണ്. എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂർ ഏതിനോട് എന്ന് എം ഗോവിന്ദൻ ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കവിതയ്ക്കല്ലേ? അതെ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രസംഗവും ഒരു വിഷയം പെട്ടെന്ന് പപ്പടം എന്ന് പറയുമ്പോൾ പപ്പടത്തിനെ പറ്റി പ്രസംഗിക്കുന്നു. ഇതൊക്കെ പലപ്പോഴും നമ്മളെ മന്ത്രിമാരെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവർ ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും എന്താണ് വിഷയം എന്ന് ചോദിക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി പ്രസംഗിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹൃദയമില്ലാതെ പ്രസംഗം മാത്രമായി പോകുന്ന വാക്കുകൾ, വെറുതെ വിലയില്ലാത്ത വാക്കുകൾ വിളമ്പുന്ന ഒരു ലോകമായി മാറുന്നു. അതിൻ്റെയൊക്കെ സൂചനയാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു കഴിവുണ്ട് ഇദ്ദേഹത്തിന്, പക്ഷേ അത് കുറേ കൂടി ആഴത്തിലേക്ക്, കുറേ കൂടി നല്ല സാമൂഹ്യ പ്രതിബദ്ധമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി
ശ്രമിച്ചാൽ നിങ്ങൾക്ക് വലിയ ഉയരങ്ങൾ കീഴടക്കാം എന്നാണ് നിങ്ങളുടെ ആ കഴിവുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പപ്പടത്തെ പറ്റി വളരെ രസകരമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി ഒന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ എപ്പിസോഡിൽ നിന്നുണ്ടാവണം എന്നാണ് എൻ്റെ അപേക്ഷ. തീർച്ചയായും ഇതൊരു അടയുന്ന വാതിലോ അവസാന വാക്കോ അല്ല. ഷിജുവിന് ഇനിയും അവസരം കിട്ടും ഈ ബൗദ്ധിക വ്യായാമത്തിൽ ഏർപ്പെടാനും വിജയിക്കാനും. കൂടുതൽ ആഴത്തിൽ വായിക്കാൻ ശ്രമിക്കണം. നല്ലൊരു വായനക്കാരന് മാത്രമേ നല്ലൊരു പ്രസംഗകനാകാൻ കഴിയൂ. എ ഗുഡ് സ്പീക്കർ ഷുഡ് ബി എ ഗുഡ് ലിസണർ ടു. ഒരു ശ്രദ്ധാലു കൂടിയായിരിക്കണം നന്നായി സംസാരിക്കുന്നയാൾ. കൊല്ലംകാരനോട് കള്ളം പറയരുത് എന്ന് ഞാൻ പറഞ്ഞതിൽ ലിസണിങ്, ദ ആർട്ട് ഓഫ് ലിസണിങ്, ശ്രദ്ധ എന്ന കല ഒരല്പം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഷിജുവിനൊരു കൺഫ്യൂഷൻ ഉണ്ടായത്, അല്ലേ? അതിനത് സാരമില്ല ഷിജു. ഇതൊക്കെ വൈജ്ഞാനികമായ കുറച്ച് സമയങ്ങളാണ്. ഈ സമയത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു, നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നു ഈ യാത്രയിൽ എന്നതാണ് പ്രധാനം. ജയവും തോൽവിയും ഒന്നുമില്ല. ഷിജു തോറ്റെന്നാരാ പറഞ്ഞേ? ആരും ജീവിതത്തിൽ തോൽക്കുന്നില്ല. അത് തോൽക്കാത്തത് ഈ ബഹ്ലൂൽ ലോധിയോ ഗിയാസുദ്ദീൻ ലോധിയോ മാത്രമല്ല. 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബറാകട്ടെ, ബാബറിന്റെ മകനായ ഹുമയൂൺ ആകട്ടെ, അക്ബർ ആകട്ടെ, ജഹാംഗീർ ആകട്ടെ, ഷാജഹാൻ ആകട്ടെ, ഔറംഗസീബ് ആകട്ടെ, ജഹന്തർ ഷാ ആകട്ടെ, അക്ബർ ഷാ ഒന്നാമനാകട്ടെ, അക്ബർ ഷാ രണ്ടാമനാകട്ടെ, ഫറൂഖ് സിയാർ ആകട്ടെ, ഒടുവിൽ അക്ബർ ഷാ രണ്ടാമന്റെ മകനായ ബഹദൂർ ഷാ സഫർ എന്ന കവി കൂടിയായ ബഹദൂർ ഷാ രണ്ടാമനാകട്ടെ, ഇവരാരും തോൽക്കുന്നില്ല. എങ്കിലും ഒരിക്കലും തോൽക്കാത്ത യുദ്ധങ്ങളിൽ തോറ്റുപോയ ഒരു രാജാവിനെ ഓർമ്മിച്ച് വേണം ഞാൻ ശുഭരാത്രി പറയാൻ. ലോകത്തിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വായനശാല സ്ഥാപിച്ചത് ആരാണ് അറിയോ? അല്ല, യുദ്ധങ്ങളിലെല്ലാം തോറ്റുപോയെങ്കിലും ഒടുവിൽ താൻ സ്ഥാപിച്ച വായനശാലയുടെ പടികൾ ഇറങ്ങുമ്പോൾ താഴെ വീണ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയെങ്കിലും ആ ഒരൊറ്റ കാരണം കൊണ്ട് വായിക്കാൻ കൊതിക്കുന്ന എന്നെപ്പോലുള്ള ആയിരങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും ആ പാവം മനുഷ്യന്റെ പേര്, ഹുമയൂണിന്റെ. നിറയെ അറിവ്, ചെറിയ ഇടവേള. അടുത്ത ദിവസം വീണ്ടും കാണും. ഗുഡ് നൈറ്റ് ഫ്രം GS.